ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് നമ്മളിപ്പോ ഇവിടെ ഉള്ളതെന്ന് മനസ്സിലായോ? ഇതിപ്പോ ടെറസിലാണ് ഉള്ളത്. സോ ഞാൻ സ്റ്റേ ചെയ്യുന്നതിന്റെ ടെറസിലാണ് ഇപ്പൊ വന്നിക്കുന്നത്. ഇതിന്റെ ചുറ്റൊന്ന് നോക്കി എന്ത് അടിപൊളിയാന്ന് നോക്കൂ. ഞാൻ വിചാരിച്ചു അപ്പൊ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാം ഇതിന്റെ ടെറസിൽ നിൽക്കുമ്പോഴുള്ള വ്യൂ എന്താണെന്നുള്ളത്. നോക്കൂ, എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ. നല്ല കാറ്റുണ്ട് ഇവിടെ, അത്യാവശ്യം നന്നായിട്ട് കാറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ സ്റ്റേ ചെയ്യുന്നതിന്റെ അടുത്ത് കുറെ കമ്പനീസ് ഉണ്ട് കേട്ടോ. ഞാൻ ഓരോ കമ്പനീസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമുക്ക് ഫസ്റ്റ് അവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. ആക്ച്വലി ശ്രീ സത്യസായി ഹോസ്പിറ്റലാണ്. അതാണ് നിങ്ങൾക്ക് അവിടെ ഇങ്ങനെ ഒരു ഗോപുരം പോലെ കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല, ഫോക്കസ് ആയ കാണാം. പിന്നെ ഇവിടെ കുറെ കമ്പനീസ് ഉണ്ട്. ആ കമ്പനീസിന്റെ പേരെന്താന്ന്, എല്ലാ കമ്പനീസിന്റെ പേരൊന്നും അറിയില്ല എനിക്ക്. കുറച്ച് ഇവിടെ ITPL പാർക്ക് ഉണ്ട്. പിന്നെ ITPL പാർക്കിന്റെ തന്നെ അതിൽ കുറെ കമ്പനീസ് ഉണ്ടാവും. പിന്നെന്താ, ഇതിന് മുന്നിൽ കാണുന്നത് ഒരു ഫ്ലാറ്റ്, ലൈക്ക് വേറൊരു അപ്പാർട്ട്മെന്റ് ആണ്. കംപ്ലീറ്റ്ലി വേറൊരു ഫ്ലാറ്റ് ആണ്. ഫോയർ ഇൻഫിനിറ്റി ആണ് ആ ഫ്ലാറ്റ്. ആൻഡ് ഇതാ നമുക്ക് അതിന്റെ അടുത്ത് തന്നെ നമുക്ക് ഇവിടെ ഒരു ജിം ഉണ്ട്, ഫാൽക്കൺ ഫിറ്റ്നസ്. പിന്നെ ഇവിടെ കണ്ടോ, കുറെ പേര് നൈറ്റ് ടെറസിൽ നടക്കാനൊക്കെ വന്നിട്ടുണ്ട്. കാരണം നല്ലൊരു കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ അത്യാവശ്യം കുറച്ച് ചെറിയ രീതിയിലുള്ള ചൂടൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ ഒക്കെ വന്ന് നിൽക്കുമ്പോൾ നല്ലൊരു ആശ്വാസം തന്നെയാണ്. പിന്നെ ഇതോ മെട്രോ പോകുന്നതാണ് കാണാൻ പറ്റുന്നത്. കണ്ടോ, നിങ്ങൾക്ക് അടുത്ത് കാണുന്നുണ്ടോന്ന് അറിയില്ല. മെട്രോ ട്രെയിൻ പോവാണ്. അത് ശ്രീ സത്യസായിയുടെ അവിടെയുള്ള മെട്രോ ആണ് കേട്ടോ. അവിടെ ഇതാ നമുക്ക് നേരെ കാണാൻ പറ്റുന്നത് ആ മെട്രോ ആണ്. പിന്നെ ഇതോ അങ്ങ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല, ബെൻസിന്റെ കമ്പനിയുടെ സിമ്പൽ ആണ്. അതാണ് ബെൻസ് കമ്പനിയാണ്. ഇതോ അവിടെ ഒരു സൈഡിലുണ്ട്. നമുക്കിനി അപ്പുറത്തെ സൈഡിലോട്ട് പോവാം. ഇതൊരു സൈഡാണ് നമ്മളിപ്പോ കവർ ചെയ്തത്. നമുക്ക് അപ്പുറത്തെ സൈഡിൽ എന്തൊക്കെയല്ലെന്നൊക്കെ നോക്കാം. നല്ല കാറ്റുണ്ട് കേട്ടോ. അധികവും നമ്മൾ ഈവനിങ്സിൽ ഇവിടെയൊക്കെ വരാറുണ്ട്, ചുമ്മാ നടക്കാൻ വേണ്ടിട്ട്. അത് പ്രസ്റ്റീജിന്റെ അപ്പാർട്ട്മെന്റ് ആണെന്ന് തോന്നുന്നു എനിക്ക്. ആ ബ്ലൂ ലൈൻസ് ഇത് ഉള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു ആ സൈഡിലോട്ട് കാണുന്നതെല്ലാം അപ്പാർട്ട്മെന്റ്സ് തന്നെയാണ്, കമ്പനി അല്ല, ഫുൾ അപ്പാർട്ട്മെന്റ്സ് ആണ്. ഈ സൈഡിലാണ് നെല്ലൂരഹള്ളി ലേക്ക് വരിക. ഇതിപ്പോ രാത്രി ആയതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതോ ഇവിടെയാണ് നെല്ലൂരഹള്ളി ലേക്ക്. ഒരു ദിവസം ഞാൻ അവിടെ എന്തായാലും പോവാം. അപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാം നെല്ലൂരഹള്ളി ലേക്ക്. കുറച്ച് അടുത്തുനിന്ന് വ്യൂ ആയിട്ട് കാണിച്ചു തരാം. അപ്പൊ അവിടെ കാണുന്ന ആ ഒരു തെങ്ങും ഇതിന്റെ ഒക്കെ ഇടയിലുള്ള ഒരു സ്ഥലമാണ് നെല്ലൂരഹള്ളി ലേക്ക്. പിന്നെ ഇതൊക്കെ അപ്പാർട്ട്മെന്റ് ആണ്, ചെറിയ അപ്പാർട്ട്മെന്റ്സ് ആണ് അവിടെ കാണുന്നതൊക്കെ കംപ്ലീറ്റ്ലി. ഇപ്പൊ രാത്രി കണ്ട് എല്ലാം ഭയങ്കര ലൈറ്റ് ആയിട്ട് ഇട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഞാൻ ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നു. അപ്പൊ ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നപ്പോൾ നമുക്ക് സത്യസായി ഹോസ്പിറ്റലും ഒക്കെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ. സോ അതാണ് സത്യസായി ഹോസ്പിറ്റലാണ് ആ കാണുന്നത്. നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇവിടുന്ന് കുറച്ചും കൂടെ നല്ല ക്ലിയർ വിഷൻ ആയിട്ട് കാണാൻ പറ്റും. അതിന്റെ അടുത്ത് തന്നെയാണ് മെട്രോ.
മെട്രോ സ്റ്റേഷൻ വരുന്നത്, ശ്രീ സത്യസായി മെട്രോ സ്റ്റേഷൻ. അത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ഇവിടുന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പിന്നെന്താണ് ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബെൻസ് ഇവിടുന്ന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ബെൻസിന്റെ നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, അവിടെയാണ് ബെൻസ്. പിന്നെ ഇതൊക്കെ അപ്പാർട്ട്മെന്റ്സുകളൊക്കെ തന്നെ, വേറെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇതിന്റെ താഴെ നമുക്ക് വരുന്നതാണ് പട്ടന്തൂർ അഗ്രഹാര റോഡാണ് നിങ്ങളിപ്പോ കാണുന്നത്. ഭയങ്കര ക്രൗഡഡ് ആയിട്ടാണ് ഉണ്ടാവുക അധികവും. ഒരു തിരക്ക് പിടിച്ച പോലത്തെ ഒരു സ്ഥലം തന്നെയാണ്. എന്താണ് പട്ടന്തൂർ അഗ്രഹാര റോഡ്. അപ്പൊ ഇത്രേ ഉള്ളൂ ടെറസിലെ വ്യൂ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ചുറ്റുമുള്ള മെയിൻ ഏരിയകളൊക്കെ കാണിച്ചു തന്നു. അപ്പൊ ഇത്രയൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ബൈ.